ഫിസിയോതെറാപ്പിസ്റ്റ് കുഞ്ഞിൻ്റെ പൊസിഷനിങ്, അതായത് ഹെഡിൻ്റെയും ട്രങ്കിൻ്റെയും ബോഡിയുടെയും തലയുടെയും പൊസിഷൻസ് ഇതെല്ലാം കറക്റ്റ് ചെയ്യുന്നതോടൊപ്പം നമുക്കൊരു പക്ഷേ ഡ്രൂളിങ് ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും. ഇവരുടെ എല്ലാം കൂടെ തന്നെ ഒരു ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ശരിയായ രീതിയിൽ എങ്ങനെയാണ് ഫീഡിങ് നടത്തേണ്ടത്. നമുക്കറിയാം ഈ കുട്ടികൾക്കെല്ലാം തന്നെ ഓറൽ സെൻസറി ഇഷ്യൂസും ഉണ്ടാവാം. അവിടെ കുഞ്ഞിൻ്റെ ഓറൽ സെൻസിറ്റിവിറ്റി മനസ്സിലാക്കി അതിനനുസരിച്ച് പലതരത്തിലുള്ള ടെക്സ്ചേഴ്സ് ഉള്ള ഫുഡുകളും അതോടൊപ്പം തന്നെ പല ടേസ്റ്റുകളും എല്ലാം പതുക്കെ പതുക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഓറോമോട്ടൽ സെൻസിറ്റിവിറ്റി കുറയുകയും അതോടൊപ്പം തന്നെ ഡ്രൂളിങ്ങും കുറയാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഓറൽ ടോയ്സിന്റെ സഹായവും തേടാവുന്നതാണ്. നമുക്കറിയാം ഇന്ന് ചൂയിങ് ടോയ്സ് പോലെയുള്ള പല ടോയ്സും അതേപോലെ വൈബ്രേറ്റിംഗ് ബ്രഷസ് ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കുന്നതും വളരെയേറെ ഫലപ്രദമായിരിക്കും.